ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇത് നമുക്ക് 10 മണി ചെടിയിൽ 10 മണി ചെടി കൊണ്ട് ഒരു ബോൾ, അതായത് എന്താ പറയുക, നമുക്ക് ഹാങ്ങിങ് ബൗള് 10 മണിയുണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കാണാം. ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു മിക്സറാണ്. സാധാരണ ചുമന്ന മണ്ണ്, ചെളി പോലിരിക്കുന്ന ചുമന്ന മണ്ണ്, കുറച്ച് ചാണകപ്പൊടി, അതേപോലെ തന്നെ ചകിരിച്ചോറ്, കമ്പോസ്റ്റോ, ഇത് മൂന്നും കൂടി ഇട്ട് ഇച്ചിരി എല്ലുപൊടി പിണ്ണാക്കും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യണം, അല്ലാതെ പെട്ടെന്നങ്ങ് മിക്സ് ചെയ്ത് മാറ്റുകയല്ല. ടൈറ്റായിട്ട് വരത്തക്ക രീതിയിൽ ഇച്ചിരി ലൈറ്റായിട്ട് ഇച്ചിരി വെള്ളം കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളവും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം. ഇതിപ്പം വെള്ളം ഉള്ള ഒരു മണ്ണായതിനാലാണ് നല്ലപോലെ മിക്സ് ചെയ്യാനായിട്ട്. കണ്ട് ഇതേപോലെ വീഡിയോ ഇച്ചിരി സ്പീഡാക്കി ഓടിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ മൊത്തം കാണുക. മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാൻ സാധിക്കും എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് തണ്ട് ടൈറ്റ് ചെയ്ത് ഒരു ചട്ടിയിലോട്ട് നമ്മളിത് മാറ്റുകയാണ്. കണ്ടില്ലേ? അതിനുശേഷം ആ മിക്സ് ചെയ്ത മണ്ണ് ലൈറ്റായിട്ടൊന്ന് പറയാൻ വേണ്ടി വെച്ചേക്കുക. ഒരു 10-15 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം ഒരു പച്ച തുണി എടുക്കുക, രണ്ടായിട്ട് മടക്കുക. അതിനെ നിവർത്തി വെച്ചതിന് ശേഷമായിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു മിക്സർ ചെറിയൊരു വെള്ള നനവുള്ള ചകിരിച്ചോറും മണ്ണും അതേപോലെ തന്നെ എല്ലുപൊടി, വെണ്ണാക്ക്, ചാണകപ്പൊടി എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത ഒരു മണ്ണ് കൂന പോലെ പിടിക്കുക. നല്ലപോലെ ടൈറ്റ് ചെയ്ത് 2 ഭാഗവും 4 ഭാഗവും ടൈറ്റ് ചെയ്ത് കെട്ടുക. ഒരു കിഴി പോലെ കെട്ടുക. കണ്ടില്ലേ? നല്ല ടൈറ്റ് ചെയ്ത് കെട്ടുക. ആ ടൈറ്റ് എത്രത്തോളം ടൈറ്റ് ആകുമെന്നോ അത്രത്തോളം നല്ലതാണ്. അതിനകത്ത് നമുക്ക് നല്ല വൃത്തിയാവണ്ണം ഇത് പ്ലാന്റ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടൈറ്റ് ചെയ്ത് കെട്ടുക. കണ്ടില്ലേ? 4 വശവും കറക്കി ഓടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കിഴി, നല്ലൊരു ആകൃതി വരുത്തുക. ഇതിന് വലിയ ബോൾ നമുക്ക് ഉണ്ടാക്കാം, ചെറിയ ബോളും ഉണ്ടാക്കാം. ചാക്ക് കൊണ്ട് യൂസ് ചെയ്യാം, നമുക്ക് വലിയ ചണച്ചാക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ഇതാകുമ്പോഴത്തേക്ക് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. അതിനാലാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നല്ലൊരു ടൈറ്റായിട്ടുള്ള ഒരു റോപ്പ് ഉപയോഗിച്ചിട്ട് കെട്ടുക. അത് നമുക്ക് ആവശ്യാനുസരണം ഏത് നിറമുള്ള റോപ്പ് കിട്ടുന്നോ അത്രത്തോളം നല്ലത്. അതേപോലെ തന്നെ കളർഫുള്ളായിട്ടുള്ള റോപ്പ് വേണേൽ യൂസ് ചെയ്യാം. ഗോൾഡൻ കരയുള്ളതിടാം. അതിൻ്റെ ടോപ്പ് മൊത്തം കൂടെ മടക്കി എടുത്തതിന് ശേഷം ഒന്ന് ടൈറ്റാക്കി കെട്ടുക. വീണ്ടും കണ്ടില്ലേ? ഒരു തനി കിഴിയാണിത്. നമുക്കിതിനെ നല്ല ടൈറ്റ് ചെയ്ത് അതിനുശേഷം മുകളിലോട്ടും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടുക. ഇതിപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിത് ചെയ്യാം. കണ്ടില്ലേ? ടൈറ്റ് ചെയ്ത് കെട്ടി. ഇപ്പം അത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഈ വള്ളിക്ക് പകരമായിട്ട് വേറെ വള്ളി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു വള്ളി എടുക്കുക. വള്ളിക്ക് നല്ല നിറമുള്ള വള്ളിയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അത് നല്ല ടൈറ്റ് ചെയ്ത് ഒരു കെട്ടും കൂടെ കൊടുക്കുക. അതിനുശേഷം അതും മുകളിലോട്ട് വീണ്ടും ടൈറ്റ് ചെയ്ത് ഇരിക്കത്തക്ക രീതിയിലാക്കി എടുക്കുക. എത്രത്തോളം ടൈറ്റ് ആവുന്നോ അത്രത്തോളം അതിൻ്റെ താഴോട്ടുള്ള മണ്ണ് അതിനകത്ത് മാറിപ്പോകാനായിട്ടുള്ളതോ അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു ആകൃതി മാറാതിരിക്കാനായിട്ടുള്ള ഒരു ഇതും കൂടെ കാണിക്കും. അതനുസരിച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടുക. അതേപോലെ തന്നെ നല്ലൊരു ബോൾ ആകൃതിയിലാക്കി എടുക്കാൻ ശ്രമിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലത്. താഴ്ഭാഗം നല്ല ബോൾ ആകൃതിയിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു കിഴി പോലെ ഇരിക്കും. ഇത് എത്രത്തോളം വലുതുണ്ടാക്കുന്നു അത്രത്തോളം നല്ലത്. കണ്ടില്ലേ? ഒന്നുകൂടെ കൈകൊണ്ട് നമുക്ക് നല്ല വൃത്തിയാവണ്ണം ഒന്ന് അമർത്തുക. ഇപ്പോൾ നമുക്ക് ഏകദേശം താണ്ടെ ഇതേപോലെ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? എന്താ ഭംഗി. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നല്ല വൃത്തിയാവണ്ണം അത് തൂങ്ങിക്കിടന്നു കഴിഞ്ഞാൽ, അതാണ് മെയിനായിട്ട്. തൂങ്ങിക്കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭംഗി കിട്ടണം. ആ രീതിക്കാക്കുക. അതിനുശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് കുറച്ച് ഹോളുകൾ അതിനകത്ത് ഇടുക. അതിനകത്ത് മണ്ണുണ്ട്, ചകിരിച്ചോറുണ്ട്, ചാണകപ്പൊടിയുണ്ട്, വെള്ളം അതിനകത്ത് നിർത്തും. അതിനകത്തേക്ക് നമുക്ക് ഓരോ 10 മണി അല്ലെങ്കിൽ പോട്ടിലൊക്കെയുടെ ചെറിയ ഭാഗങ്ങൾ നമ്മൾ അതിനകത്ത് വെക്കുകയാണ്. അത് ഉള്ളിലോട്ട് മാക്സിമം കയറി ഇരിക്കത്തക്ക രീതിയിൽ വെക്കുക. വേര് വന്നു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും പുറത്തോട്ട് വരുത്തുമില്ല. ഒരു 10-15 ദിവസം കൊണ്ട് തന്നെ അത് സെറ്റായി കിട്ടുകയും ചെയ്യും. അതുവരെ ഒരു തണലത്തിൽ 2 ദിവസം 3 ദിവസം തണലത്തിടുക. അതിന് ശേഷമായിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നല്ല വെയിലത്തോടെ മാറ്റിയാൽ ഏറ്റവും നല്ലത്. വെള്ളവും കൊടുക്കുക. കേട്ടോ? കണ്ടില്ലേ? ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് വലിയ ലുക്ക് കാണില്ല.
നേരിട്ട് കാണണം. അതുമാത്രമല്ല ഇത് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ കണ്ടിട്ട് കാണിച്ചിരുന്നു. അതേപോലെ നമുക്ക് നല്ല വൃത്തിയാവണം. കുറേ ഹോളുകൾ, എത്രത്തോളം ഹോളുകൾ ഇടുന്നു അത്രത്തോളം നല്ലത്. അത് ഫുള്ള് ആ ഗ്രീൻ നെറ്റ് മെഷ് കാണാത്ത രീതിയിൽ നമുക്ക് അത്രയും വെറൈറ്റികൾ, എത്രത്തോളം വെറൈറ്റി വയ്ക്കാവോ അത്രത്തോളം നല്ലത്. ഒരെണ്ണത്തിൽ തന്നെ എത്ര വെറൈറ്റി നമുക്ക് വയ്ക്കാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കി. എന്തുമാത്രം വെറൈറ്റി ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ, എന്തുമാത്രം വെറൈറ്റി. ആ വെറൈറ്റികളെല്ലാം കൂടി ഇതിനകത്ത് പൂത്ത് മറിഞ്ഞ് കിടന്നാലുള്ളൊരു ഭംഗി എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്കുക. അതേപോലെ തന്നെ മഴ സമയത്ത് ഫംഗിസൈഡ് കൊടുക്കുക. അതേപോലെ ടോപ്പ് നമ്മൾ മാക്സിമം പ്രൂൺ ചെയ്തെടുക്കുക. പ്രൂൺ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആ ബോളിൻ്റെ ആകൃതി അതേപോലെ നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ പ്ലാന്റിന് എല്ലാ കളറും കൂടെ പൂത്ത് കിടക്കും. അതൊരു വർഷം മൊത്തം കിടക്കും, പൂത്ത് മറിഞ്ഞ് കിടക്കും. ഇതേപോലെ നമുക്ക് ആയിരക്കണക്കിന് ബോളുകൾ ഉണ്ടാക്കി വീടുകളിൽ നമുക്ക് ഇടാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഒരു സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കറക്കി നോക്കുക. അന്നേരം ഏകദേശം നമുക്ക് അറിയാൻ പറ്റും ഇത് കറക്റ്റ് റൗണ്ട് നമ്മൾ ചെയ്തേക്കുന്ന സെറ്റാണോ അടിപൊളിയാണോ എന്നൊക്കെ അറിയാൻ പറ്റും. അതിനുശേഷം ബാക്കി മൊത്തം താഴെ മേളിലും താഴെയും ഒക്കെ ആയിട്ട് എത്ര വെറൈറ്റി നമുക്കിത് കളക്ട് ചെയ്ത് വയ്ക്കാൻ സാധിക്കുമോ അത്രയും വെറൈറ്റി നമ്മൾ എടുക്കുന്നു. ഇതിനകത്ത് ഇടയില്ലാതെ, ഒരു ഇടവും ഇല്ലാതെ നല്ല വൃത്തിയാവണ്ണം ആക്കിയെടുക്കുന്നു. ഇതിനകത്ത് നമുക്ക് എങ്ങനെ വെറൈറ്റികൾ കളക്ട് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, വിവിധ ഇനങ്ങളാണ്. പുതിയ വെറൈറ്റികളും പഴയ വെറൈറ്റികളും എല്ലാം കൂടെ ഇഷ്ടം പോലെ വെറൈറ്റികൾ. ഈ വെറൈറ്റി എടുക്കൂ, ഏറ്റവും കൂടുതൽ എടുത്തേക്കുന്ന വെറൈറ്റികളാണ്. താണ്ട് ഈ വെറൈറ്റി നമ്മളെടുത്തു, ഡാർക്ക് മഞ്ഞ എടുത്തു, താണ്ട് ഈ ചോപ്പെടുത്തു, ഡാർക്ക് ചോപ്പ്, മിനിയേച്ചർ വെറൈറ്റികൾ, അതേപോലെ തന്നെ മഞ്ഞ രണ്ട്, താണ്ട് ഈ ടൈഗർ പാച്ചിൻ്റെ വെറൈറ്റി, അതേപോലെ തന്നെ ടൈഗർ സ്ട്രൈപ്പ്, അതേപോലെയുള്ള എല്ലാ വെറൈറ്റികളും എത്ര വെറൈറ്റി ഇവിടെ ഉണ്ടായിരുന്നോ അത്രയും വെറൈറ്റികളും കൂടെ നമുക്കൊരു ബൗളിനകത്തോ 2 ബൗളിനകത്തോ 3 ബൗളിനകത്തോ സെറ്റ് ചെയ്തിട്ട് വീട്ടിൽ അലങ്കരിക്കാനായിട്ട് ചുമ്മാ കെട്ടിത്തൂക്കി വെയിലത്തിട്ട് അടിപൊളിയായിരിക്കും. അത് ഒരുമിച്ച് പൂത്ത് കിടക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും. അത് കംപ്ലീറ്റ് ചെയ്ത ചുമ്മാ അന്നേരം തന്നെ കംപ്ലീറ്റ് ചെയ്ത ഒരു ചെറിയൊരു ബൗള് കംപ്ലീറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ വെറൈറ്റികളെല്ലാം കൂടെ ചേരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്കി. ഒന്നാമതേ 10 മണിയുടെ തരംഗമാണ്. നമ്മൾ നാടിപ്പം 10 മണി കൊണ്ട് നിറയുവാണ്. അന്നേരം പുതിയ പുതിയ വെറൈറ്റികൾ ശേഖരിക്കുന്നവർക്ക് അതല്ലേ എന്താ ഭംഗി. അതെ, ഈ വെറൈറ്റി നോക്കി. എല്ലാം ഈ വെറൈറ്റികളിൽ നിന്നെല്ലാം നമുക്ക് അതിനകത്ത് കൊടുക്കണം. ചില വെറൈറ്റികളുടെയൊക്കെ വില കേൾക്കണം. 500 രൂപ വരെ വിലയുള്ള 10 മണിയുടെ വെറൈറ്റികൾ ഞാൻ കണ്ടു. അതേപോലെ തന്നെ അതാണ്ട് ഇത് മിനിയേച്ചർ ടൈപ്പ് വെറൈറ്റികൾ, സിംഗിൾ പെറ്റൽ, അതാട്ടെ ഇത് കെട്ടി ഇത് ചുമ്മാ ഇതാ ഇപ്പോൾ ഉണ്ടാക്കിയ സാധനം. ചുമ്മാ ഇതൊരു ഐഡിയപരമായിട്ട് ചുമ്മാ ഒന്ന് ആലോചിച്ച് ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. കണ്ടില്ലേ, വെച്ച് കെട്ടിയിട്ട് മണിക്കൂറുകൾ പോലും ആയില്ല. കണ്ടില്ലേ, എല്ലാ വെറൈറ്റിയും കൂടെ അതിനകത്ത് തന്നെ സെറ്റായി കിടക്കുന്നതാണ്. മണിക്കൂറുകൾ കൊണ്ട് തന്നെ നല്ല വൃത്തിയാവണം നമുക്ക് നല്ല ബൗള് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതാണ് പോട്ടിലൊക്കെ ആ ബൗൾ. കൊള്ളാമോ? നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമോ എന്തോ അറിയത്തില്ല. ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഓക്കെ. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിന് ഇത് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നമ്മളെ ചാനലിൽ ഇടാനായിട്ട് ആഗ്രഹമുണ്ട്. നമ്മളെ മോട്ടു ഇത്രയും വളർന്നു കേട്ടോ, നമ്മൾ ഇത്രയും വളർന്നു പോകാൻ കേട്ടോ. ഇപ്പം ഇച്ചിരി അഹങ്കാരമൊക്കെ ഉണ്ട് കയ്യിൽ. നല്ല ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ട് വരുന്നുണ്ട്. തൊട്ട് മുമ്പിലത്തെ വീഡിയോയിലേ ഒരു സംശയം വന്നിട്ടുണ്ടായിരുന്നു. റോസിൻ്റെ മണ്ടയുടെ അതായത് ബഡ് ചെയ്യുന്നത് നടുക്ക് വശത്താണ് ബഡ് ചെയ്യുന്നത്. അന്നേരം മുകളിൽ നിന്നും താഴെ നിന്നും റൂട്ട് സ്റ്റോക്കിൽ നിന്ന് കിളിയിൽ വരാൻ സാധ്യതയുണ്ട്. അത് താഴെ നിന്നും ആ മുകൾ ഭാഗത്തു നിന്നും ഉള്ളത് കട്ട് ചെയ്ത് കളയുക. റഫീഖ് KT എന്ന് പറയുന്നൊരു പുള്ളിയാണ് ചോദിച്ചിരുന്നത്. എന്തായാലും നല്ലൊരു കമൻ്റ് ആയിരുന്നു. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.